പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ ഫിലിമിൽ ഹരിശ്രീ അശോകൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, തീരുമ്പ പണി തരാൻ ഞങ്ങൾ എന്താ കുപ്പിന്ന് വന്ന ഭൂതാണോന്ന്. ഏകദേശം ഇതേ അവസ്ഥയാണ് നിങ്ങളുടേതും. ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടി, ടീച്ചേഴ്സിൻ്റെ അടുത്തും പാരൻസിൻ്റെ അടുത്തും കുറച്ച് ആട്ടമൊക്കെ കേട്ട് അതൊന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാ വരുന്ന അടുത്ത പണി. എടാ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒന്ന്. നമ്മുടെ കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം നിങ്ങൾക്ക് എന്നാരോ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് December 11. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. December 11 നിങ്ങളുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും, അഥവാ 2ാം പാദവാർഷിക പരീക്ഷ. എന്നിട്ട് അത് 18ാം തീയതി അങ്ങോട്ട് അവസാനിക്കും. 19ാം തീയതി നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷമായിരിക്കും, സ്കൂൾ അങ്ങോട്ട് പൂട്ടും. സോ ഗൈസ്, ഇതിവൃത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ 11ാം തീയതി December 11 മുതൽ 18 വരെയാണ് ക്രിസ്മസ് എക്സാം. അപ്പോൾ ചില ആൾക്കാർ പറയും, സർ ഞങ്ങളിത് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? വെയിറ്റ്, അതിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്കൂളിൽ ആർട്സും സ്പോർട്സും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കഴിഞ്ഞു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാം. അതൊന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതായത് ഡേറ്റ് സെപ്റ്റംബർ 22 സെപ്റ്റംബർ 22 മുതൽ ഈ December 11 വരെ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 79 ദിവസമുണ്ട്. ഈ 79 ദിവസം തന്നെ ധാരാളമാണ്. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ 79 ദിവസം ധാരാളമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് മക്കളെ, ഈ ദിവസം നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം എന്താ, ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ മാതിരി ആർട്സും സ്പോർട്സും കയറി വരും, നിങ്ങളെ സ്കൂളിലത്തെ ടൂറ് കയറി വരും, അങ്ങനെയുള്ള പല പരിപാടികൾ, ഇനി പുസ്തക പൂജ ഉണ്ട്, ദീപാവലി ഉണ്ട്, പല പരിപാടികളും കയറി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ മക്കളോട് പറയുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആവണം, കുറച്ചും കൂടി പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് എഡ്യൂപോർട്ട് നിങ്ങളെ സഹായിക്കും. നമ്മളൊരു സ്റ്റഡി പ്ലാൻ എന്തായാലും വെക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾ പറയാണ്, സാർ എനിക്ക് അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്തൊരു ടീമാണ്, ഡോൺ വറിയടാ, ഇതുവരെ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പുതിയ ബാച്ച് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓഫറും കൂടി ഉണ്ട്. ഈ ഒരു ഓഫർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒന്ന് കൊടുക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും 9ാം ക്ലാസ്സിലെ മക്കളാണെങ്കിലും 8ാം ക്ലാസ്സിലെ മക്കളാണെങ്കിലും ഏത് മക്കളാണെങ്കിലും നിങ്ങളെ ഏട്ടന്മാരോ അനിയന്മാരോ ആരുണ്ടെങ്കിലും ഷെയർ ചെയ്തോ. ഒരു പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഒരു പുതിയ തുടക്കമാവണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അല്ലാത്ത ആൾക്കാരും പേടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ, നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്, പക്ഷേ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ ബാച്ചിലാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. സോ വീണ്ടും ഞാൻ പറയുന്നു, 79 ദിവസം. ഈ 79 ദിവസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതിന് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇനി നിങ്ങൾ ആ പ്ലാനിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം, ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ, ഫിസിക്സിൽ ഇന്ന പാഠം എനിക്ക് തീരെ അറിയില്ല, കെമിസ്ട്രിയിൽ ഇന്ന പാഠം മുതലുള്ളത് എനിക്ക് കിളി പോയ അവസ്ഥയാണ്, മാത്സ് ആണെങ്കിൽ എനിക്ക് അതിൻ്റെ ബേസിക്സ് ഒന്നും അറിയില്ല. സോ ഓരോ വിഷയത്തിലും നിങ്ങളുടെ പ്ലസ് പോയിന്റ് എന്താ, മൈനസ് പോയിന്റ് എന്താ. ഇന്ന ഭാഗമായിരുന്നു ഓണം എക്സാമിന് നിങ്ങളെ ചതിച്ചത്, ഓണം എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ത് എന്ന് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്ന് ആദ്യം ഒന്ന് ആലോചിക്കണം, അന്ന് ആദ്യം ഒന്ന് തീരുമാനിക്കണം. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ക്രിസ്മസ് എക്സാം എന്തായാലും തൂക്കും. ഞാൻ ഒറ്റൊരു കാര്യം പറയട്ടെടാ, ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. സോ ഗൈസ്, ആ 2 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യടാ, പറയടാ നിങ്ങൾക്ക് പറ്റുമെന്ന് പറ. മാത്രമല്ല, നിങ്ങൾക്ക് സ്കൂളിൽ ഈ ആനുവൽസ് എക്സാം എന്ന് നിങ്ങളെ സ്കൂളിൽ ഈ സ്പോർട്സും ആർട്സും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നാണെന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഗൈസ്, സ്റ്റഡി പ്ലാനിൽ കാണാം. അതിന് മുമ്പ് പെട്ടെന്ന് കിഡിലനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഫോം ഫിൽ ചെയ്തോ. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ വെച്ച് കാണാം. ബൈ.